ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു എഗ്ഗ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായി 3 സവാള, 1 തക്കാളി, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. ഇനി വെളിച്ചെണ്ണ ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട തോടൊക്കെ കളഞ്ഞ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി നമ്മുടെ മസാലയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി നമുക്ക് മുട്ട മിക്സ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ടയും ഗ്രാമ്പൂവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ മിക്സിയിൽ അടിച്ചു വച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ചു കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. പൊടികളെല്ലാം നന്നായി മിക്സായി പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായത്ര വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. നമുക്ക് ഗ്രേവി എത്രത്തോളം കട്ടി വേണമോ അത്രയ്ക്കും വറ്റിച്ചെടുക്കാം. ഇനി ഇത് നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ട ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒരു 5 മിനിറ്റ് നമുക്ക് മുട്ടയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഗ്രേവി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് കറി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം അനുയോജ്യമായ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു.